ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് സ്വന്തം ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ഇതിഹാസ ഗായികയാണ് എസ് ജാനകി. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണത്തിന് അർഹയായ ജാനകിയമ്മ ഭാഷയുടെ അതിർവരമ്പുകൾ മറികടന്ന് കോടിക്കണക്കിന് സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരിയാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ 1938 ഏപ്രിൽ 23-നാണ് എസ് ജാനകിയമ്മയുടെ ജനനം. ശിഷ്ടല ശ്രീരാമമൂർത്തി ജാനകി എന്നാണ് യഥാർത്ഥ പേര്. ചെറുപ്പം മുതലേ സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്ന ജാനകിയമ്മ പിന്നീട് ഇന്ത്യൻ സിനിമാ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു. 1956 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വിധിയിൻ വിളയാട്ടി എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ജാനകിയമ്മ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത്. അതേ കാലയളവിൽ തന്നെ മലയാള സിനിമയിലും അവരുടെ ശബ്ദമെത്തി. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടിയോ എൻ വാഴുവിൽ എന്ന ഗാനമാണ് മലയാളത്തിലെ ആദ്യ ഗാനമായി അറിയപ്പെടുന്നത്. തെലുങ്കു ഭാഷയായിരുന്നിട്ടും മലയാളത്തിന്റെ ഉച്ചാരണവും ഭാവവും അതിന്റെ പൂർണ്ണതയോടെ അവതരിപ്പിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മലയാളികൾ അവരെ സ്വന്തം നാട്ടിലെ ഗായികയെ പോലെ സ്നേഹിച്ചു. മലയാള സിനിമാ സംഗീതത്തിലെ നിരവധി അനശ്വര ഗാനങ്ങൾക്ക് ജാനകിയമ്മ തന്റെ ശബ്ദത്തിലൂടെ ജീവൻ നൽകി. വി ദക്ഷിണാമൂർത്തി, MS ബാബുരാജ്, K രാഘവൻ, G ദേവരാജൻ, ശ്യാം, MB ശ്രീനിവാസൻ, ജോൺസൺ, രവീന്ദ്രൻ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം ചേർന്ന് അവർ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ചു. തുമ്പീവ തുമ്പക്കുടത്തിൽ, ഒരു വട്ടം കൂടിയ നോർമകൾ മെയ്യുന്ന, തളിരിട്ട കിനാക്കൾ തൻ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ തുടങ്ങിയ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന നിരവധി ഗാനങ്ങളാണ് ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പിറന്നത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത യാത്രയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 20-ലധികം ഭാഷകളിലായി 48,000-ലകം ഗാനങ്ങൾ എസ് ജാനകിയമ്മ ആലപിച്ചു. 2017 ഒക്ടോബറിൽ മൈസൂരിൽ നടന്ന സംഗീത കച്ചേരിയോടെ അവർ ഔദ്യോഗികമായി പാട്ടുജീവിതത്തിന് വിരാമമിട്ടു. പുരസ്കാരങ്ങളുടെ കാര്യത്തിലും ജാനകിയമ്മയ്ക്ക് സ്വന്തമായൊരു ചരിത്രമുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണ അവർ സ്വന്തമാക്കി. 1981 പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിനും ദേശീയ അംഗീകാരം ലഭിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച പിന്നണി ഗായികയ്ക്കുള്ള വിഭാഗത്തിൽ 14 തവണ നേടിയ ജാനകിയമ്മ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സർക്കാരുകളുടെ നിരവധി പുരസ്കാരങ്ങൾക്കും അർഹയായി. 2013 ഭാരത സർക്കാർ പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം ദക്ഷിണേന്ത്യൻ കലാകാരന്മാർക്ക് അർഹിക്കുന്ന അംഗീകാരം വൈകിയാണ് ലഭിക്കുന്നതെന്ന നിലപാട് വ്യക്തമാക്കി ജാനകിയമ്മ അത് നിരസിച്ചിരുന്നു. കൊച്ചുകുട്ടികളുടെ ശബ്ദം മുതൽ പ്രായമായവരുടെ ശബ്ദം വരെ അനായാസമായി അവതരിപ്പിക്കാൻ കഴിയുന്ന അപൂർവമായ ശബ്ദ നിയന്ത്രണ കഴിവായിരുന്നു എസ് ജാനകിയമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സംഗീത ലോകം അവരെ ഭാവങ്ങളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നത്. പാട്ടിലൂടെ വികാരങ്ങൾക്ക് ജീവൻ നൽകിയ, തലമുറകൾക്ക് മറക്കാനാകാത്ത സംഗീതാനുഭവങ്ങൾ സമ്മാനിച്ച എസ് ജാനകി എന്ന വാനമ്പാടി ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ എന്നും തിളങ്ങുന്ന അധ്യായമായി. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. ഗായികയുടെ വിയോഗ വാർത്തയോടെ സംഗീത ലോകം ഒന്നടങ്കം ദുഃഖത്തിലാണ്. കാലം എത്ര കഴിഞ്ഞാലും എസ് ജാനകിയമ്മയുടെ ശബ്ദമാധുര്യം സംഗീതപ്രേമികളുടെ ഹൃദയത്തിൽ എന്നും ജീവിച്ചിരിക്കും. ഭാവങ്ങളിലൂടെ പാട്ടുകൾക്ക് ആത്മാവ് നൽകിയ ആ മഹാപ്രതിഭയ്ക്ക് സംഗീത ലോകത്തിന്റെ ആദരാഞ്ജലികൾ. വാനമ്പാടിയുടെ സ്വരമാധുര്യം തലമുറകൾക്കപ്പുറം എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. പ്രിയ ജാനകിയമ്മയ്ക്ക് സ്നേഹപൂർവ്വം ആദരാഞ്ജലികൾ.